അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റോളാണ്. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഒരു റോളാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ സുൽത്താൻ ഇന്നലെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഡോണറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഈ ആഴ്ചത്തെ വനിതയിൽ ഞാനുമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും മറക്കാതെ ഈ ആഴ്ചത്തെ വനിതയൊന്ന് വാങ്ങിച്ചു നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്കൊരു റിപ്ലൈ തരണം. അപ്പൊ നമുക്ക് ഈ സ്വീറ്റ് റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ സ്വീറ്റ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിനിങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെടുകെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനൊന്നും ഒരു കണക്കൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും ഇതുപോലെ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങ ചേർത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ആക്കേണ്ടത്, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സൈസിൽ ഇതൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇതൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇതിവിടെ ഇതുപോലെ റോസ്റ്റായി വരുമ്പോഴേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമില്ലേ അതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് യോജിച്ച് കിട്ടും. നിങ്ങൾക്ക് നെയ്യ് ഇനി വേണം എന്ന് തോന്നിയാൽ ഈ സ്റ്റേജിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ഇതിൽ ചേർക്കുന്നില്ല, ആദ്യം ചേർത്ത നെയ്യ് മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ടിപ്പുണ്ട്, നിങ്ങൾക്കിത് പെട്ടെന്ന് യോജിച്ച് കിട്ടണമെങ്കിൽ ഈ പഴം ഇതുപോലെ എടുത്ത് മൈക്രോവേവിൽ വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. പുഴുങ്ങിയ പഴം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ നെയ്യിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ ഈ എല്ലാ ഫ്ലേവറും നമുക്ക് ഇതിലേക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ, ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിൻ്റെ ഫില്ലിങ് നല്ലൊരു മഞ്ഞ കളറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കും, അതായത് സിന്നമൺ പൗഡർ. 1/4 ടീസ്പൂൺ ചേർത്താൽ മതി, കൂടുതലായി കഴിഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റ് വരും, ഓവറാവാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ആ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഏലക്കാപ്പൊടി മാത്രം ചേർത്തെടുത്താലും മതിയാവും. ഇതൊക്കെ ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. നല്ല ഒരു സിന്നമൺ റോൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. ഇത്രയും മതി. കണ്ടോ, ഇതെല്ലാം ഇവിടെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോളിനുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിവിടെ തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാനുള്ള ബേസിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയും ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും പാകത്തിനുള്ള ഉപ്പും ഇതിലേക്കിനി 1 കപ്പ് പാലും ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഇതിവിടെ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഉടൻ തന്നെ നമ്മൾ ഓരോ പാൻ കേക്കും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ വട്ടമുള്ള പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ വട്ടം വരുമ്പോഴേക്കും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെറിയ പാൻ എടുത്തിരിക്കുന്നത്. ഈ പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്ക് ഫസ്റ്റ് ഈ പാനിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിലെ മാവ് നമ്മൾ കോരി ഒഴിക്കുമ്പോഴേക്ക് കട്ടി കൂടി കഴിഞ്ഞാൽ നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഇതുപോലൊന്ന് വെന്ത് കിട്ടുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കും. മറിച്ചിട്ട് ഉടൻ തന്നെ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റും. ഈ ഇരിക്കുന്ന മാവെല്ലാം ഇതുപോലെ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓരോ പാൻ കേക്കും എടുത്തു വെച്ചിട്ട് ഇതിൽ ഫില്ലിംഗ് നിറച്ച് ഫോൾഡ് ചെയ്ത് എടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ പാൻ കേക്കിനെ എടുത്തു വെക്കണം. ഇതിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കണം. ആദ്യം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ സ്റ്റിക്കായിരുന്നോളും. ഒന്നും കൊണ്ട് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് പൊട്ടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പം പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പം ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ പുറത്തു വരും. കണ്ടോ, ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഒരുപാട് കട്ടിയിൽ നമ്മളിത് എടുക്കരുതെന്ന് പറയുന്നത്. ഇതുപോലെ ഓരോന്നും ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് എടുക്കണം. ഈ ഒരു അളവിൽ എനിക്ക് 10 റോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ബൗളിലേക്ക് ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാൻ ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പൊന്നിട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മാറ്റി വെച്ചിട്ട് മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ള എള്ളും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ബ്രെഡ് ക്രംസിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ ഫുഡ് കളർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഞാനൊരു ഫോട്ടോയ്ക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഓരോ റോളും എടുത്ത് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് കോട്ടാത്തക്ക രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഇരിക്കുന്ന ഓരോ റോളും ഇതുപോലെ ഈ മുട്ടയിലേക്ക് മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാം ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ റോൾസും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡിയാകുമ്പോൾ മാത്രമേ ഇതൊന്ന് നീക്കി കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ പുറത്തേക്ക് വരും. ഇവിടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചു വിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ഒട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് വെക്കുവാണ്. ബാക്കിയിരിക്കുന്ന റോൾസും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം.
വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്വീറ്റ് റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റോളാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. ഇനി ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്.